ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റുമായിട്ടാണ് കേട്ടോ BA സെക്കൻഡ് സെം ഹിസ്റ്ററി ആയിട്ടാണ് ക്ലാസ്സിന് വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം നോട്ട്സ് ഉണ്ട്, പെയ്ഡ് നോട്ട്സ്, മലയാളം നോട്ട്സാണ്, ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് ഹിസ്റ്ററി നോട്ട്സ് ഉള്ളത്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം കേട്ടോ. ആവുന്നതേ ഉള്ളൂ, നോട്ട് റെഡി ആയിട്ടില്ല. ബ്ലോക്ക് വൈസ് അങ്ങനെ ആകുമ്പോൾ തരാം. നിങ്ങൾ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ വാട്സപ്പിൽ പറയാം കേട്ടോ. പേയ്മെൻ്റ് ഉണ്ട്, പെയ്ഡ് നോട്ട്സാണ്. ഓക്കെ, നോക്കാം. നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് ഹിസ്റ്ററിയിലെ സെക്കൻഡ് സെമ്മാണ് കേട്ടോ, ഫസ്റ്റ് സെം അല്ല. സെക്കൻഡ് സെമ്മിൽ ഫസ്റ്റ് ബ്ലോക്ക് പ്രീ ഹിസ്റ്ററി ആൻഡ് പ്രോട്ടോ ഹിസ്റ്ററിക് ഇൻ ഇന്ത്യ. പ്രോട്ടോ ഹിസ്റ്റോറിക് ഇന്ത്യ എന്നാണ്. പ്രീ ഹിസ്റ്ററി ആൻഡ് പ്രോട്ടോ ഹിസ്റ്റോറിക് ഇന്ത്യ അതാണ് ബ്ലോക്കിൻ്റെ പേര്. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ഏർലി സ്റ്റോൺ ഏജ് സെറ്റിൽമെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ ആദ്യകാല ശിലായുഗ സെറ്റിൽമെൻറ്റ്സ് അല്ലെങ്കിൽ വാസസ്ഥലങ്ങൾ, അതാണ് അതിൻ്റെ വരുന്ന ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ യൂണിറ്റിലേക്കാണ് പോകുന്നത്. പ്രീ ഹിസ്റ്ററി ആൻഡ് പ്രോട്ടോ ഹിസ്റ്ററിയാണ് അതിൽ ഫസ്റ്റ് വരുന്നത്. അതായത് ചരിത്രാതീത കാലവും ആദി ചരിത്ര കാലവുമാണ്. അത് ചരിത്രം എഴുതപ്പെടുന്നതിന് മുമ്പുള്ള കാലവും ചരിത്രം എഴുതി തുടങ്ങുന്ന കാലഘട്ടവുമാണ് അതിൽ ഈ ഒരു യൂണിറ്റിൽ വിശദീകരിക്കുന്നത്. കുറച്ച് അധികം ഈ യൂണിറ്റ് വരുന്നുണ്ട്, പക്ഷെ ഇതിന്ന് എസ്സേ ഇന്നവരെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആഴത്തിൽ ഇരുന്ന് അങ്ങനെ പഠിക്കേണ്ട എന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അത് പഠിച്ചിട്ട് പോയാൽ മതി. ഈ ചാപ്റ്ററിന് അത്ര വരാൻ നമുക്ക് മിക്കവാറും സാധ്യതയുള്ളൂ. എസ്സേ ചോദിച്ച് കണ്ടിട്ടില്ല, അതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പോവുകയാണ്. മനുഷ്യ പരിണാമത്തിൻ്റെ ആദ്യ ഘട്ടത്തെയാണ് എന്ത് പറയുക, ചരിത്രാതീത കാലം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ചരിത്രാതീത സംസ്കാരം മനസ്സിലാക്കുന്നതിന് പുരാവസ്തു ഗവേഷണ തെളിവുകളും മറ്റു സ്രോതസ്സുകളുമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതിൽ ഭൗതിക അവശിഷ്ടങ്ങളായ ഫോസിലുകൾ പെടും, വീടുകളുടെ ഘടന ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ നാണയങ്ങൾ, ലിഖിതങ്ങൾ, മറ്റ് നിർമ്മിത വസ്തുക്കളൊക്കെ ഇക്കാലത്തെ മനുഷ്യരുടെ ചരിത്രം മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ്. പുരാവസ്തു തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവയെ വളരെ സൂക്ഷ്മതയോടെ വിശദീകരിച്ചാൽ മാത്രമേ ചരിത്രാതീത കാലത്തിൻ്റെയും ആദിചരിത്ര കാലത്തിൻ്റെയും വിവരങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി അവരുടെ ഉപജീവന രീതി, ഭക്ഷണം, കരകൗശല വിദ്യ, സാമൂഹിക ഘടന എന്നിവ നേടുന്നതിനുള്ള അവരുടെ ഉപകരണങ്ങളുടെ ഒക്കെ ഉപയോഗമനുസരിച്ച് ചരിത്രാതീത കാലഘട്ടത്തെ പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപജീവന രീതിയുടെ അടിസ്ഥാനം, ഭക്ഷണം, കരകൗശല വിദ്യ, സാമൂഹിക സംഘടന ഇവ നേടുന്നതിനനുസരിച്ച് ഇവ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് നേടിയത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചരിത്രാതീത കാലഘട്ടത്തെ എത്രയോ തരംതിരിച്ചിട്ടുണ്ട്? 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ശിലായുഗം, വെങ്കലയുഗം, ഇരുമ്പ് യുഗം എന്നിവയാണ് ആ 3 കാലഘട്ടങ്ങൾ. ഇതൊക്കെയാണ് ശിലായുഗം, വെങ്കലയുഗം, ഇരുമ്പ് യുഗം. നമ്മളതിൽ യൂണിറ്റിൽ ശിലായുഗത്തെക്കുറിച്ചാണ് നമ്മളിതിൽ വിശദമായിട്ട് യൂണിറ്റിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, നമ്മൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ചരിത്രാതീത കാലഘട്ടത്തിനും ചരിത്രത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. വേട്ടയാടുന്ന നാടോടി സമൂഹങ്ങളിൽ നിന്ന് കാർഷിക ജോലിയിലേക്കും അതുപോലെ കാലിമേക്കുന്ന സമുദായങ്ങളിലേക്കുമുള്ള പരിവർത്തനത്തെ തുടർന്നുള്ള പ്രോട്ടോ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ സ്ഥിരവാസം നയിക്കാൻ തുടങ്ങി ഇന്ത്യയിലെന്ന് പറയപ്പെടുന്നു. ആ ജനങ്ങൾ മൃഗങ്ങളെ ഇണക്കി വളർത്താനും വിളകൾ നട്ടു വളർത്താനും സ്ഥിരമായൊരിടത്ത് ജീവിക്കാനും തുടങ്ങി. ക്രമേണ ഈ ജീവിത രീതി ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും ഒക്കെ ഉദയത്തിലേക്ക് അല്ലെങ്കിൽ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഇൻട്രൊഡക്ഷൻ എന്നോണം ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ദ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് ആണ്. മനുഷ്യൻ്റെ പരിണാമം എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, എന്നാലും ഒന്ന് പറയാം. ലോകത്തിലെ മേധാവിത്വ സൃഷ്ടിയാണ് മനുഷ്യർ എന്നാണ് പരിഗണിക്കപ്പെടുന്നത്. എങ്കിലും ഭൂമിയുടെ മറ്റ് ജീവജാലങ്ങളുടെയും രൂപീകരണത്തിന് ശേഷമാണ് മറ്റെല്ലാ ജീവജാലങ്ങളുടെയും രൂപീകരണത്തിന് ശേഷമാണ് ആര് പ്രത്യക്ഷപ്പെട്ടത്? മനുഷ്യർ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി രൂപപ്പെട്ടത്. ഏകദേശം 3500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവജാലങ്ങളുടെ ആദ്യ രൂപം പ്രത്യക്ഷപ്പെട്ടു. വളരെ കാലത്തിന് ശേഷം, അതായത് 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനും പ്രത്യക്ഷപ്പെട്ടു. എങ്കിലും മനുഷ്യരുടെ പൂർവികർ മുതൽ ജൈവശാസ്ത്രപരവും സാംസ്കാരികവുമായ പരിണാമം ആരംഭിച്ചത് 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. പ്രപഞ്ചത്തിലെ വർഗങ്ങൾ ദീർഘകാലം തുടർച്ചയായ മാറ്റത്തിന് വിധേയമാകുന്നത് എല്ലായ്പ്പോഴും അത്ഭുതകരമായൊരു സംഭവമാണ്. എന്നാൽ അങ്ങനെ മാറിയിട്ടാണ് അവ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ ജനിതക മണ്ഡലത്തിലെയും DNA പഠനങ്ങളുടെയും പുരോഗതിയോടെ മനുഷ്യരുടെ പരിണാമത്തിൻ്റെ താരതമ്യേന വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടുണ്ട്. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജോർജ് ഡി ബഫൺ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ പ്രകൃതിയുടെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. പ്രകൃതി ലോകം ഉടനടിയുള്ള ഒരു ഉൽപ്പന്നമല്ലെന്നും ഓരോ നിശ്ചിത കാലഘട്ടത്തിലെ ചരിത്ര
പ്രക്രിയയുടെ ഫലമാണെന്നുമാണ് അദ്ദേഹം കണ്ടെത്തിയത്. ജോർജ് ഡി ബഫൺ കേട്ടോ. കൂടാതെ ഭൂഗർഭശാസ്ത്രം, ജിയോളജി, പാലിയന്റോളജി തുടങ്ങിയ വിവിധ ശാസ്ത്രശാഖകളുടെ വികസനം സ്പീഷീസുകൾക്ക് വിധേയമായ തുടർച്ചയായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ആളുകളിലുള്ള ധാരണ വർദ്ധിപ്പിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ മനുഷ്യരാശി ഒരു നീണ്ട പരിണാമ പ്രക്രിയയുടെ ഫലമാണ് എന്ന സിദ്ധാന്തം കൊണ്ടുവന്നത് നമുക്കൊക്കെ അറിയുന്നതാണ്. ചാൾസ് ഡാർവിനാണ് അവതരിപ്പിച്ചത്. ഒരു പുതിയ ജീവിവർഗത്തിൻ്റെ പരിണാമം എന്ന ആശയം ഡാർവിൻ മുന്നോട്ട് വെച്ചു. വ്യക്തിഗത അംഗങ്ങളിൽ അവരുടെ തുടർന്നുള്ള തലമുറകളിലേക്കുള്ള ചെറിയ വ്യതിയാനങ്ങളുടെ ഒരു അനന്തരാവകാശം മൂലമാണ് ഈ സ്പീഷീസ് പരിണമിച്ചത് എന്നാണ് ഡാർവിൻ്റെ വാദം. അഡാപ്റ്റേഷൻ, അതിജീവന പ്രക്രിയ എന്നിവയിലൂടെ പരിണാമ പ്രക്രിയ വളരെ കാലം നടന്നു എന്ന് ഡാർവിൻ പറയുന്നു. നാച്ചുറൽ സെലക്ഷൻ വഴി തിരഞ്ഞെടുക്കപ്പെട്ട അത്തരം കഴിവുള്ള സ്പീഷീസുകളെ സൂചിപ്പിക്കാൻ അദ്ദേഹം ഏറ്റവും അനുയോജ്യമായതിൻ്റെ അതിജീവനം എന്ന പദം ഉപയോഗിച്ചു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഏറ്റവും കഴിവുള്ളതിൻ്റെ, അതായത് പല പ്രയാസങ്ങളും ഈ പരിണാമഘട്ടത്തിൽ പല പ്രയാസങ്ങളും നേരിടുന്നുണ്ട്. എന്നാൽ നമുക്ക് മറ്റ് ജീവിവർഗങ്ങളുമായിട്ടൊക്കെ ഏറ്റുമുട്ടേണ്ടതായിട്ടൊക്കെ മനുഷ്യൻ വരുന്നുണ്ട്. അതിൽ മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അതിനൊക്കെ കരുത്തുള്ളത് എന്ത് ചെയ്യുന്നു? അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നു. അതാണ് കഴിവുള്ളവൻ്റെ അതിജീവനം, അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരുടെ സൃഷ്ടിയിൽ ദൈവിക ഇടപെടലിനെ കുറിച്ചുള്ള ബൈബിൾ ചിന്താഗതിക്ക് എതിരായതുകൊണ്ട് ഈ പരിണാമ സിദ്ധാന്തം ഒരു വലിയ വിവാദം അക്കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സിദ്ധാന്തങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ തുടർന്നുള്ള പുരോഗതിയും ചരിത്രാതീത ബോധകാലത്തെ വിശദീകരിച്ചിട്ടുണ്ട്, വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏർലി ഹ്യൂമൻ അക്രോസ് ദ വേൾഡ്, ലോകമെമ്പാടുമുള്ള ആദ്യകാല മനുഷ്യരെക്കുറിച്ചാണ്. ഇതൊക്കെ നിങ്ങൾ വായിച്ച് പോയാൽ മതി. ഇതിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ അങ്ങനെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശവും നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത്. മനുഷ്യപരിണാമം തീരുമാനിക്കുന്നതിൻ്റെ ഫോസിലുകളുടെ കണ്ടുപിടുത്തത്തിന് നിർണായകമായുണ്ട്. അതായത് മനുഷ്യൻ്റെ ചരിത്രം എങ്ങനെയാണ് എന്നത് കണ്ടുപിടിക്കുന്നതിന് ഫോസിലുകളുടെ കണ്ടുപിടുത്തത്തിന് വലിയ അല്ലെങ്കിൽ നിർണായകമായൊരു പങ്കുണ്ട്. ആധുനിക മനുഷ്യർ ഹോമോസാപ്പിയൻസ് എന്ന സ്പീഷീസിൽ ഉൾപ്പെടുന്നതാണ്. അതായത് ഈ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ഹോമോസാപ്പിയൻസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ചിന്തിക്കുന്ന മനുഷ്യൻ എന്നാണ്. നൂറ്റാണ്ടുകളായിട്ടവ ജൈവശാസ്ത്രപരമായിട്ട് പരിണമിക്കുകയും മസ്തിഷ്കശേഷി, ദന്തം, പെൽവിക് ഘടനകൾ, അതുപോലെ ബൈപ്പഡൽ ചലനം എന്നിവ നേടുകയും ചെയ്തു. മനുഷ്യൻ അങ്ങനെയുള്ള ഓരോ ഏരിയകളുടെ, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളുടെ ചലനം നേടിയെടുത്തു. ചിലപ്പോൾ ഫോസിൽ തെളിവുകൾക്ക് ഈ ശരീരഘടനയിലെ മാറ്റങ്ങളെ മാത്രമേ പ്രതിനിധീകരിക്കാൻ കഴിയാറുള്ളൂ. അത് ആ കാലഘട്ടത്തിൽ ഒരു മുഴുവൻ ജനവിഭാഗത്തിൻ്റെയും സവിശേഷതയായിട്ട് പൂർണ്ണമായിട്ട് എടുക്കണമെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിനും കഴിയില്ല. മനുഷ്യൻ്റെ സാംസ്കാരിക പരിവർത്തനത്തിൽ ശ്രദ്ധേയമായ സവിശേഷതകളിൽ ശിലാ ഉപകരണങ്ങളുടെ നിർമ്മാണം, സാമൂഹിക സംഘടന, ചിന്താപ്രക്രിയയിലെ മാറ്റങ്ങൾ, ഭാഷയിലെ മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അറിയപ്പെടുന്ന ആദ്യകാല ഹോമിനിഡുകൾ ഓസ്ട്രലോപിത്തേക്കസ് ജനസിന് കീഴിലാണ് ഉൾപ്പെടുന്നത്. അവയിൽ ആദ്യത്തേതായ ആർഡിപിത്തേക്കസ് അല്ലെങ്കിൽ ആസ്ട്രലോപിത്തേക്കസ് റാമിഡസ് 4.4 മുതൽ 1.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആഫ്രിക്കയിലെ ഹോമിനിഡുകളുടെ സമാന രൂപമായാണ് അതുകൊണ്ടാണ് അവ തിരിച്ചറിഞ്ഞത്. ഹോമോ ഹാബിലിസ് അഥവാ കൈകൾ ഉപയോഗിക്കുന്ന മനുഷ്യർ, 4 കാലിൽ നിൽക്കുന്നതിന് പകരം നിവർന്ന് നിന്നുകൊണ്ട് കൈകൾ ഉപയോഗിക്കുന്ന മനുഷ്യരാണ് ഹോമോ ഹാബിലിസ്. അതൊക്കെ വൺ വേർഡ് വന്നേക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ വൺ വേർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ പുസ്തകത്തിൽ തന്ന വൺ വേർഡ് തന്നെയാണ് അധികവും ചോദിക്കുക. അതന്നെ നേരിട്ട് അങ്ങനെ ചോദിക്കുന്നതിന് പകരം ക്വസ്റ്റ്യൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് രൂപത്തിൽ ചോദിക്കുന്നേ ഉള്ളൂ. അധികം വൺ വേർഡ് അത് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. പക്ഷേ ഹോമോജനസിലെ ആദ്യത്തേതാണ് ഹോമോ ഹാബിലിസ്. ഇത് 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനുശേഷം ഏകദേശം 1.7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കൻ മേഖലയിൽ ഹോമോ ഇറക്ടസിനെ കണ്ടെത്തി. ജാവ, ബീജിംഗ് തുടങ്ങിയ ഏഷ്യൻ പ്രദേശങ്ങളിലും ഈ ഹോമോ ഇറക്ടസിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെട്ടിരുന്നു. ഏകദേശം 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസാപ്പിയൻസ് പ്രത്യക്ഷപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഏകദേശം 1,30,000 വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൻ മധ്യേഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഹോമോസാപ്പിയൻസ് നിയാൻഡർത്തലുകൾ പ്രത്യക്ഷപ്പെട്ടു. ആധുനിക മനുഷ്യർക്ക് 2 ലക്ഷം വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ശിലായുധങ്ങളും മൃഗങ്ങളുടെ അസ്ഥികൾ പോലെയുള്ള ഭൗതിക അവശിഷ്ടങ്ങളും ഹോമിനിഡ് അവശിഷ്ടങ്ങൾക്കൊപ്പം കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഈ ഇനത്തിൻ്റെ കൃത്യമായ ഉത്ഭവസ്ഥാനം ഇപ്പോഴും വ്യക്തമായിട്ടില്ല.
ഹോമോ ഹാബിലിസ്, ഓസ്ട്രലോപിത്തേക്കസ്, നിയാൻഡർത്തലുകൾ, ഹോമോസാപ്പിയൻസ് എന്നിങ്ങനെ വിവിധ ജീവജാലങ്ങളുടെ സഹവർത്തിത്വത്തിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് അതിൽ വരുന്നത് കേട്ടോ. നിയർലി ഹ്യൂമൻ റിമൈൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യകാല മനുഷ്യാവശിഷ്ടങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയിലെ 10 മുതൽ 14 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള കുരങ്ങുകളുടെ ഫോസിൽ അവശിഷ്ടങ്ങൾ രാമപിത്തേക്കസ് എന്നറിയപ്പെട്ടു. അത് ഹിമാലയത്തിലെ സിവാലിക് പർവ്വതനിരകളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഹത്നോറ ഗ്രാമത്തിനടുത്തുള്ള നർമ്മദ നദീതീരത്ത് അടുത്തിടെ നടത്തിയ ഖനനത്തിൽ ഹോമിനിഡുകളുടെ തലയോട്ടി അവശിഷ്ടങ്ങളും അച്ചൂലിയൻ ഉപകരണങ്ങളും മൃഗങ്ങളുടെ ഫോസിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഒരുതരം ഉപകരണങ്ങളാണ് അച്ചൂലിയൻ പറയുന്നത് കേട്ടോ. തമിഴ്നാട്ടിൽ നടത്തിയ ഖനനത്തിൽ വില്ലുപുരം ജില്ലയിലെ ഒട്ടായിയിൽ നിന്ന് ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ തലയോട്ടിയുടെ ഫോസിൽ അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ പൂനെ, മധ്യപ്രദേശിലെ ഭീംബേദ്ക മാത്രം 5 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. ബാക്കി വരുന്നുണ്ട്, ഭീംബേദ്കയെക്കുറിച്ച് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എഴുതാം 5 മാർക്കിന്. എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഫോസിൽ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഏർലി സ്റ്റോൺ ഏജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യകാല ശിലായുഗം. ഇവിടെയാണ് നമ്മൾ മെയിൻ ക്വസ്റ്റ്യൻ വരുന്നതിന് ഇങ്ങോട്ടുള്ള ഏരിയ എന്നാണ് കേട്ടോ. 19-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിരവധി ചരിത്രാതീത സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്ന് ഖനനം ചെയ്തിട്ടുള്ള പുരാവസ്തു സ്രോതസ്സുകളിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ഭൗതികാവശിഷ്ടങ്ങൾ, ശ്മശാനങ്ങൾ, ശിലാലിഖിതങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഈ സ്രോതസ്സുകൾ ശിലായുഗ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകുന്നവയാണ്. ഇത് മനുഷ്യ ഭൂതകാലത്തിലെ ഒരു നീണ്ട കാലഘട്ടത്തെ ഉൾക്കൊള്ളുന്ന ഒരു കണ്ടുപിടുത്തവുമാണ്. എങ്കിലും ചരിത്രാതീത കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്ന നിർണായക സ്രോതസ്സുകളിലൊന്ന് ശിലായുഗ ഉപകരണങ്ങളാണ്. പ്രത്യേക സ്ഥലങ്ങളിൽ കാണുന്ന ഉപകരണങ്ങളിൽ കൊത്തിയെടുത്ത കലാസൃഷ്ടികൾ ചരിത്രാതീത കാലത്തായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. കാലക്രമേണ ചരിത്രാതീത കാലത്തെ ആളുകൾക്കുണ്ടായിരുന്ന കലാപരമായ കഴിവുകളുടെ വികാസത്തെ ഇത് സൂചിപ്പിക്കുന്നു. ആദിമ മനുഷ്യർ നിർമ്മിച്ചതും ഉപയോഗിച്ചതുമായ ശിലാ ഉപകരണങ്ങൾ ജോലിസ്ഥലങ്ങൾ, നദീതീരങ്ങൾ തുടങ്ങിയ ഇടപഴകിയ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആളുകൾ ഇടപഴകിയ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. ശിലായുധങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യ ഭൂതകാലത്തിൻ്റെ കഥ പുറത്തെടുക്കാനുള്ള അതിൻ്റെ സാധ്യത ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സാധ്യത ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഉപകരണങ്ങൾ നിർമ്മിച്ച സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയാലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവയുടെ സ്ഥാനം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഉപജീവന രീതി, ശിലാ ഉപകരണ സാങ്കേതിക വിദ്യ, ഭൂമിശാസ്ത്ര കാലഘട്ടം എന്നിവ അനുസരിച്ച് ലോകമെമ്പാടുമുള്ള പുരാവസ്തു ഗവേഷകരും പണ്ഡിതന്മാരും ശിലായുഗത്തെ 3 തിരിച്ചിട്ടുണ്ട്. വളരെ പ്രധാനമാണ് കേട്ടോ. ഏതൊക്കെയാണ്? പാലിയോലിത്തിക് അഥവാ പ്രാചീന ശിലായുഗം, ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് പറയും. പിന്നെ മെസോലിത്തിക് അഥവാ മധ്യശിലായുഗം, മിഡിൽ സ്റ്റോൺ ഏജ്. പിന്നെ നിയോലിത്തിക് അഥവാ നവീന ശിലായുഗം അല്ലെങ്കിൽ പുതിയ ശിലായുഗം എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. ശിലായുഗ സംസ്കാരത്തിൻ്റെ പരിണാമം ഒരു രേഖീയ പ്രക്രിയയായിരുന്നില്ല എന്ന് ഉപകരണങ്ങൾ, സാങ്കേതികവിദ്യ, ഉപജീവന മാർഗം എന്നിവയെ അടിസ്ഥാനമാക്കി പ്രാദേശിക വ്യതിയാനങ്ങളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയും. സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും വളർത്തൽ ആരംഭിച്ചെങ്കിലും വേട്ടയാടലും ഭക്ഷണശേഖരണവും അവരതോടൊപ്പം തുടർന്നു പോരുകയും ചെയ്തു. ഭൗമശാസ്ത്ര കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലിയോലിത്തിക് യുഗം പ്ലീസ്റ്റോസീസ് ജിയോളജിക്കൽ കാലഘട്ടത്തിലും മെസോലിത്തിക്, നിയോലിത്തിക് എന്നിവ ഹോളോസീൻ യുഗവുമായിട്ട് പൊരുത്തപ്പെടുന്നവരാണ്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാനുണ്ട് കേട്ടോ, അവിടെ പറയാം കേട്ടോ. ഇനി നമ്മൾ പാലിയോലിത്തിക് ഏജിലേക്ക് പോകണം. ഓൾഡ് സ്റ്റോൺ ഏജ്, പ്രാചീന ശിലായുഗം. ശിലായുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യാവശിഷ്ടങ്ങളുടെ പ്രായം ലോക സാഹചര്യത്തിൽ 35 ദശലക്ഷം വർഷത്തോളം പഴക്കമുള്ളതാണ്. ഇന്ത്യയിൽ അവർ ക്രിസ്തുവിന് മുമ്പ്, അതായത് BC 5 ലക്ഷം മുതൽ ജീവിച്ചിരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പാലിയോലിത്തിക് യുഗം പറഞ്ഞല്ലോ പ്ലീസ്റ്റോസീൻ യുഗത്തിൻ്റേതാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണെങ്കിലും പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് വ്യക്തമായ ചരിത്രം നമുക്ക് ലഭ്യമായിട്ടില്ല. പാലിയോലിത്തിക് യുഗം BC 8000 വരെ നീണ്ടു നിന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പാലിയോലിത്തിക് മനുഷ്യരുടെ പ്രാഥമിക ഉപജീവന മാർഗമായിട്ട് വേട്ടയാടലാണ് കണക്കാക്കുന്നത്. 1863 ഇന്ത്യയുടെ ജിയോളജിക്കൽ സർവേയിലെ ഉദ്യോഗസ്ഥനും ചരിത്രാതീത കാലത്തെ പഠനങ്ങളിലെ പ്രശസ്തനുമായ റോബർട്ട് ബ്രൂസ് ഫുട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തമിഴ്നാട്ടിലെ പല്ലാവരത്ത് ഒരു കൈക്കോടാലി കണ്ടെത്തി.
ഇന്ത്യയിൽ കണ്ടെത്തിയ ആദ്യത്തെ പാലിയോലിത്തിക് ഉപകരണമായിട്ട് ഇതിനെ കണക്കാക്കുന്നു. ആര് കണ്ടെത്തിയ കൈക്കോടാലി? റോബർട്ട് ബ്രൂസ് ഫൂട്ട് കണ്ടെത്തിയ കൈക്കോടാലിയെ കണക്കാക്കും. എങ്കിലും 1856 റെയിൽവേ എഞ്ചിനീയർ ആയിരുന്ന ലേ മെസൂറിയൻ ഇന്ത്യയിലെ ആദ്യത്തെ ചരിത്രാതീത ഉപകരണം മധ്യേന്ത്യയിലെ നാഗുത്തി ഗ്രാമത്തിൽ നിന്ന് കണ്ടെത്തി. കിഴക്കൻ വിന്ധ്യാസ്, ബംഗാൾ, ജബൽപൂർ, ആൻഡമാൻ, സിന്ധ് എന്നിവിടങ്ങളിലും ചരിത്രാതീത ഉപകരണങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഫേസസ് ഇൻ പാലിയോലിത്തിക് ഏജ്, പാലിയോലിത്തിക് കാലഘട്ടത്തിൻ്റെ ഘട്ടങ്ങൾ. ഉപയോഗിച്ച ശിലായുഗത്തിൻ്റെ തരവും കാലാവസ്ഥയും അനുസരിച്ച് പാലിയോലിത്തിക് യുഗത്തെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. താഴ്ന്ന പാലിയോലിത്തിക് യുഗം അല്ലെങ്കിൽ ആദ്യകാല ശിലായുഗം, മധ്യ പാലിയോലിത്തിക് യുഗം അഥവാ മധ്യശിലായുഗം മെസോലിത്തിക് ഏജ്, പിന്നെ ഉയർന്ന പാലിയോലിത്തിക് അഥവാ പിൽക്കാല ശിലായുഗം എന്നിങ്ങനെയാണത് തരംതിരിച്ചിട്ടുള്ളത്. ഇനി അതിൽ ലോവർ പാലിയോലിത്തിക് ഏജ് അഥവാ ഏർലി സ്റ്റോൺ ഏജ്, ആദ്യ ശിലായുഗം, പ്രാചീന ശിലായുഗം എന്നൊക്കെ പറയും കേട്ടോ. ലോവർ പാലിയോലിത്തിക് യുഗം ഏകദേശം 2 ദശലക്ഷത്തിനും 1 ലക്ഷം വർഷങ്ങൾക്കും ഇടയിലാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. താഴ്ന്ന പ്ലീസ്റ്റോസീനിൽ ഉൾപ്പെടുന്ന ഈ കാലഘട്ടത്തിലെ കാലാവസ്ഥ ഈർപ്പം കുറവായതായിരുന്നു. ഇവർ പ്രാഥമികമായിട്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ക്ലീവറുകൾ, കൈക്കോടാലി, ചുറ്റികക്കല്ലുകൾ, പെബിൾ ഉപകരണങ്ങൾ എന്നിവയാണ്. ഇവയിൽ ചിലത് 2ാം ഹിമാനി നിക്ഷേപങ്ങളിലും കാണപ്പെട്ടിട്ടുണ്ട്. പടിഞ്ഞാറൻ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നതായി കാണപ്പെട്ടിരുന്ന ഈ കൈക്കോടാലി ഇതുമായിട്ട് സാമ്യമുള്ളതാണെന്നും കരുതപ്പെടുന്നുണ്ട്. ഉപജീവനത്തിന് വേണ്ടി വേട്ടയാടലും ഭക്ഷണ ശേഖരണവുമാണ് ഇവർ പ്രാചീന ശിലായുഗ ജനത പിന്തുടർന്നിരുന്നത്. പാലിയോലിത്തിക് കാലഘട്ടത്തിലെ മിനുക്കാത്തതും പരുക്കനും വലുതുമായ പ്രധാന ഉപകരണങ്ങൾ ചുണ്ണാമ്പ് കല്ല്, ക്വാർട്സൈറ്റ്, അതുപോലെ ഡോളസൈറ്റുകൾ, ചിരട്ട, മണൽക്കല്ല് എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുമെന്നർത്ഥം. ഇവ മൊത്തത്തിൽ അച്ചൂലിയൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇതാണ് അച്ചൂലിയൻ ഉപകരണങ്ങൾ കേട്ടോ. ഇവ താഴ്ന്ന പാലിയോലിത്തിക് ഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിലും പിന്നീടുള്ള ഘട്ടങ്ങളിലും ഈ ഉപകരണങ്ങൾ തുടർന്നിട്ടുണ്ട്. കുറച്ച് നാളത്തെ അങ്ങനെ തുടർന്നിട്ടുണ്ട്. ചില താഴ്ന്ന പാലിയോലിത്തിക് ഉപകരണങ്ങൾ ദക്ഷിണേന്ത്യയുടെ ഭാഗങ്ങൾ, പാകിസ്ഥാനിലെ സോൺ നദീതീരം, കാശ്മീർ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, കുർണൂൽ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ ഉപകരണങ്ങൾ 1 ലക്ഷം വർഷം പഴക്കമുള്ളതാണ്. ഉത്തർപ്രദേശിലെ മിർസാപൂർ ജില്ലയിലെ ബലാൻ താഴ്വരയിലെ മൃഗാവശിഷ്ടങ്ങൾ BC 25,000-നടുത്ത് കന്നുകാലികൾ, ആട് തുടങ്ങിയ മൃഗങ്ങളെ വളർത്തുന്നതിൻ്റെ സൂചന നൽകുന്നുണ്ട് കിട്ടിയത്. ബലാൻ താഴ്വരയിലെ ഗുഹകളും പാറ ഷെൽട്ടറുകളും മനുഷ്യർക്കുള്ള സീസണൽ ക്യാമ്പുകളായിട്ട് അതിൻ്റെ പങ്ക് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലോവർ പാലിയോലിത്തിക് സൈറ്റുകളിൽ ചിലത് ഇപ്പോൾ പറയുന്നുണ്ട് 2 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെ ചിലപ്പോൾ 2 സൈറ്റുകൾ എഴുതുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാതും കൂടി നമുക്ക് പഠിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു 2 എണ്ണമൊക്കെ തന്നെ എപ്പോഴും ചോദിക്കുള്ളൂ. ഒരു 4 എണ്ണമൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാൻ ഏതെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. നോക്കുക അതൊക്കെയാണ് ബദ്വാർ പീഠഭൂമി, പാകിസ്ഥാനിലെ റിവാത്ത്, അജ്മീർ, രാജസ്ഥാനിലെ ലോനി താഴ്വര, സബർമതി തീരം, മധ്യപ്രദേശിലെ ഭീംബേദ്ക, അതുപോലെ ആന്ധ്രാപ്രദേശിലെ നാഗാർജുന കൊണ്ട. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ഘട്ടമാണ് മിഡിൽ പാലിയോലിത്തിക് ഏജ്, മധ്യശിലായുഗം. മധ്യ പാലിയോലിത്തിക് യുഗം എന്ന് പറയും. മധ്യ പാലിയോലിത്തിക് യുഗം 1,00,000 മുതൽ 40,000 വർഷങ്ങൾക്ക് മുമ്പ് മധ്യ പ്ലീസ്റ്റോസിയൻ കാലഘട്ടത്തിലായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനിടയിൽ ശിലാപകരണങ്ങളുടെ ആകൃതിയിലും വലിപ്പവും കുറച്ചുകൂടി ചെറുതും ഭാരം കുറഞ്ഞതുമായിട്ട് മാറി ഈ കാലഘട്ടത്തിൽ. മധ്യ പാലിയോലിത്തിക് ആളുകൾ ശിലോപകരണങ്ങളും മൃഗങ്ങളുടെ എല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേക സവിശേഷത അസംസ്കൃത വ്യവസായമാണ്. ലെവല്ലോയിസ് ടെക്നിക് എന്നാണിത് അറിയും. ലെവല്ലോയിസ് ടെക്നിക് എന്ന കോർ ടെക്നിക് ഉപയോഗിച്ചാണ് ഫ്ലേക്ക് ടൂളുകൾ അവർ നിർമ്മിച്ചിരുന്നത്. മധ്യ പാലിയോലിത്തിക് ഉപകരണങ്ങൾ പ്രധാനമായും നദീനിക്ഷേപങ്ങളിൽ നിന്നാണ് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത്. പാകിസ്ഥാനിലെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രവിശ്യയിലെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ എന്ന് പറയും കേട്ടോ. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ സാങ് ഹാവോ ഗുഹയിൽ നിന്ന് മൃഗാവശിഷ്ടങ്ങളും അടരുകളുള്ള, അതായത് ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള ഉപകരണങ്ങളും പിന്നെ അതുപോലെ ബുരിയനുകളും കണ്ടെത്തിയിട്ടുണ്ട്. ബുരിയൻ എന്ന് പറഞ്ഞാൽ ശവക്കല്ലറകൾ. താർ മേഖലയിലെ നദികൾക്കും തടാകങ്ങൾക്കും സമീപം ചില മധ്യ പാലിയോലിത്തിക് സൈറ്റുകൾ കാണപ്പെടുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെ ചില സ്ഥലങ്ങൾ വംശനാശം സംഭവിച്ചതും അതുപോലെ വറ്റിപ്പോയതുമായ ഹോക്ര, ബരിധാനി തുടങ്ങിയ ജലാശയങ്ങൾക്ക് ലുനി നദീ തട സംവിധാനത്തിന് ചുറ്റും കാണപ്പെട്ടിട്ടുണ്ട്. ആരവല്ലി പ്രദേശങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും പുനർനിർമ്മിച്ച നിരവധി അടരുകളുള്ള ഉപകരണങ്ങൾ ഈ കാലഘട്ടത്തിലേതെന്ന് കരുതുന്നത് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഉപകരണങ്ങളുടെ ശേഖരത്തെ ലുനി വ്യവസായം അല്ലെങ്കിൽ ലുനി ഇൻഡസ്ട്രി എന്നാണ് വിളിക്കുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ. ലുനി ഇൻഡസ്ട്രി, അതുപോലെ തന്നെ മൗസ്റ്റീരിയൻ ഇൻഡസ്ട്രി,
നവാസൻ ഇൻഡസ്ട്രി, അത് മൂന്നും വൺ വേർഡായിട്ടും അങ്ങനെയൊക്കെ ചോദിക്കാം. മധ്യ പാലിയോലിറ്റിക് യുഗം ലോക പശ്ചാത്തലത്തിൽ മൗസ്റ്റീരിയൻ വ്യവസായവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ HD സൻകാലിയ നവാസൻ വ്യവസായവുമായിട്ട് ഈ കാലഘട്ടത്തെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. മധ്യ പെനിൻസുലൻ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം മധ്യ പാലിയോലിറ്റിക് പുരാവസ്തുക്കൾ നവാസൻ വ്യവസായത്തിന് കീഴിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ചില പ്രധാന മധ്യശിലായുഗ സൈറ്റുകൾ പറയാം. സിദ്വാന, രാജസ്ഥാനിലെ ലുനി താഴ്വര, അജ്മീർ, ഗുജറാത്തിലെ ഹിരൺ താഴ്വര, സിന്ധു, ചെലം നദികൾക്കിടയിലുള്ള പാറ്റഡ്പാറ് പീഠഭൂമി, മഹാരാഷ്ട്രയിലെ നവാസ, ഉത്തർപ്രദേശിലെ കൽപ്പി, ഇതൊക്കെ ഇത്തരത്തിലുള്ള സൈറ്റുകൾ കണ്ടെത്തിയ സ്ഥലങ്ങളാണ്. ഇനി അപ്പർ പാലിയോലിത്തിക് ഏജാണ്, ദ ലേറ്റസ്റ്റ് സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ പിൽക്കാല ശിലായുഗം എന്ന് പറയും. നോക്കുക, ഉന്നത പാലിയോലിത്തിക് യുഗം അഥവാ ഇത് ഉന്നത പ്ലീസ്റ്റോസീൻ ഭൂമിശാസ്ത്ര യുഗത്തിൻ്റേതാണ്. അതായത് ഏകദേശം 40,000 മുതൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാലഘട്ടത്തിലെ പുരാവസ്തു തെളിവുകൾ ഈർപ്പം കുറഞ്ഞതും താരതമ്യേന ചൂടുള്ളതുമായിട്ടുള്ള കാലാവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഈ കാലഘട്ടത്തിലാണ് ആധുനിക മനുഷ്യർ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എന്നതാണ്. ഏത് കാലഘട്ടത്തിലെ? പിൽക്കാല ശിലായുഗത്തിൽ. ഈ കാലഘട്ടത്തിലെ ചില ശ്രദ്ധേയമായ സവിശേഷതകൾ ഫ്ലിൻറ്റ് ഇൻഡസ്ട്രീസ്, സമാന്തര വശങ്ങളുള്ള ബ്ലേഡുകൾ, അടരുകളിൽ നിർമ്മിച്ച ബ്യൂരിയനുകൾ എന്നിവയാണ്. ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, ഭോപ്പാൽ, ചോട്ടാനാഗ്പൂർ പീഠഭൂമി എന്നിവിടങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗുഹകളും റോക്ക് ഷെൽട്ടറുകളും ഭോപ്പാലിനടുത്തുള്ള ഭീംബേത്കയിലെ ഉയർന്ന പാലിയോലിത്തിക് സൈറ്റിൻ്റെ സവിശേഷതകളായിട്ടാണ് കണക്കാക്കുന്നത്. കൈക്കോടാലി, ക്ലീവറുകൾ, ബ്ലേഡുകൾ, സ്ക്രാപ്പറുകൾ, അതുപോലെ ബുരിയനുകൾ തുടങ്ങി നിരവധി പ്രാചീന മധ്യശിലായുഗ ഉപകരണങ്ങളും ഈ സൈറ്റിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. വേട്ടയാടലും ഭക്ഷണ ശേഖരണവുമായിരുന്നു ഇവരുടെ പ്രധാന ഉപജീവന മാർഗം. പ്രാചീന മധ്യശിലായുഗ പശ്ചാത്തലത്തിൻ്റെ മൃഗങ്ങളുടെ എല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ കുർണൂൽ ജില്ലയിൽ മാത്രമാണ് കണ്ടെത്തിയത്. മൃഗങ്ങളുടെ എല്ലുകൾ, ശ്മശാനങ്ങൾ എന്നിവ സംഹാവോ ഗുഹയുടെ സവിശേഷതകളാണ്. ഥാർ മേഖലയിലെ ബുധപുഷ്കർ തടാകം ഇവ രണ്ടിനും തെളിവ് നൽകുന്നുണ്ട്. പ്രാചീന മധ്യശിലായുഗ ഉപകരണങ്ങൾ പ്രധാനമായിട്ട് നിർമ്മിച്ചിരുന്നത് വിന്ധ്യ താഴ്വരയ്ക്ക് സമീപം കാണപ്പെടുന്ന ചെർട്ട് എന്നറിയപ്പെടുന്ന കല്ലുകൊണ്ടാണ്. നേരത്തെ നമ്മൾ ചെർട്ട് കല്ലിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. വിന്ധ്യ മേഖലയിലെ ഗുഹകളിലും പാറ ഷെൽട്ടറുകളിലും നിരവധി ജനവാസ കേന്ദ്രങ്ങൾ ഈ കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന കാണപ്പെട്ടിട്ടുണ്ട്. മധ്യപ്രദേശിലെ സോൺ നദീതടത്തിൽ പുരാവസ്തു ഗവേഷകനായ GR ശർമ്മയുടെയും JD ക്ലാർക്കിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം ബാഗോട്ട് 1ൻ്റെ മുകളിലെ പാളി മാറ്റിയിട്ട് അതിനെ ആ പ്രദേശം ഖനനം ചെയ്തു. അപ്പോൾ ബാഗോർ തേഡ് എന്ന സ്ഥലവും അവിടെ ഇത്തരത്തിലുള്ള സംസ്കാരം ഉണ്ടായിരുന്നതായിട്ടും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ഥലത്തിൻ്റെ പേരെല്ലാം കൂടി നമുക്കങ്ങനെ പഠിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ കുറച്ചെണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്ത് വെക്കുക, അത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി പ്രധാനപ്പെട്ട പ്രാചീന മധ്യശിലായുഗ സൈറ്റുകൾ നോക്കുക. കുർണൂൽ ഗുഹകൾ, പിന്നെ പാകിസ്ഥാൻ എഴുതി വെക്കുക, പിന്നെ ബുദ്ധപുഷ്കർ തടാകം, മധ്യപ്രദേശിലെ സോൺ താഴ്വര, ഇതൊക്കെയാണ് അതിന് ഉദാഹരണമായിട്ട്. ഇനി പാലിയോലിത്തിക് ആർട്ടാണ്, പാലിയോലിത്തിക് കലാരൂപങ്ങൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പുരാതന ശിലായുഗ കലയുടെ തെളിവുകളുടെ അപര്യാപ്തതയുണ്ട്. എങ്കിലും ബെർലിൻ താഴ്വരയിൽ കൊത്തിയെടുത്ത എന്ന് കരുതുന്ന കുർണൂലിലെ മൃഗങ്ങളുടെ പല്ലുകൾ, ഭീംബേത്കയിലെ വൃത്താകൃതിയിലുള്ള ഡിസ്ക്, അതുപോലെ തപ്തി താഴ്വരയിലെ പാറ്റ്നയിൽ ഒട്ടകപ്പക്ഷിയുടെ മുട്ടത്തോടിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചില വസ്തുക്കൾ, ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഭീംബേത്കയിലെ പാറ ഷെൽട്ടറുകളൊക്കെ ഇതിന് ഉദാഹരണങ്ങൾ. ഭീംബേത്കയിൽ കണ്ടെത്തിയ ഓഡിറ്റോറിയം ഉണ്ട്, ഓഡിറ്റോറിയം ഗുഹ എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. ഇനി മെസോലിത്തിക് ഏജാണ്, മധ്യശിലായുഗത്തിലേക്ക് പോവുകയാണ്. ശിലായുഗം മുതൽ നവീന ശിലായുഗം വരെയുള്ള എല്ലാ ശിലായുഗ ഘട്ടങ്ങളും കണ്ടെത്തിയത് ബലാൻ താഴ്വരയിലെ ചോപ്പാനി മാൻഡോയിൽ നിന്നാണ്. സിന്ധു നദീതടത്തിൻ്റെയും ഗംഗയുടെയും എക്കൽ സമതലങ്ങളിൽ പാലിയോലിത്തിക് സൈറ്റുകൾ കണ്ടെത്താൻ കഴിയില്ല. ഇത് ഏകദേശം 8000 BC ഹിമയുഗത്തിൻ്റെ അവസാനത്തോടെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതോടെ ഉയർന്ന പാലിയോലിത്തിക് യുഗം അവസാനിക്കുകയാണ്. BC 8000 മുതൽ 4000 വരെയുള്ള കാലഘട്ടം മധ്യശിലായുഗം എന്ന് അറിയപ്പെടുന്നു. പാലിയോലിത്തിക് മുതൽ നിയോലിത്തിക് വരെയുള്ള പരിവർത്തന കാലഘട്ടം, അതായത് നവീന ശിലായുഗം വരെയുള്ള പരിവർത്തന കാലഘട്ടം ആണ് മധ്യശിലായുഗം. ഇത് പ്ലീസ്റ്റോസീനിനു ശേഷമുള്ള കാലഘട്ടവുമായിട്ടാണ് പൊരുത്തപ്പെടുന്നത്. അതായത് ഹോളോസീൻ യുഗമാണിത്.
കാലാവസ്ഥ മഞ്ഞു മൂടിയ പ്രദേശങ്ങളെ ക്രമേണ വനങ്ങളാക്കി മാറ്റി. അവിടുത്തെ ഹോളോസീൻ കാലഘട്ടത്തിൽ ഊഷ്മളമായ കാലാവസ്ഥ. പാലിയോലിത്തിക് ജനതയെപ്പോലെ അവർ വേട്ടയാടലും ഭക്ഷണ ശേഖരണവും തന്നെയാണ് പിന്തുടർന്നിരുന്നതെങ്കിലും വേട്ടയാടുന്നതിന് അവരുടെ വൈദഗ്ധ്യം അവരെ പുതിയ വഴികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു. മധ്യശിലായുഗ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച തെളിവുകൾ നായ്ക്കളെ അവർ വേട്ടയാടാൻ വ്യാപകമായിട്ട് വളർത്തിയിരുന്നതായിട്ട് തെളിയിക്കുന്നുണ്ട്. മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളെ ചരിത്രകാരന്മാർ മൈക്രോലിത്തുകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രത്യേകം നിർമ്മിച്ച ഈ ഉപകരണങ്ങൾ കത്തികൾ, അരിവാളുകൾ, കടാരകൾ, കുന്തമുനകൾ, അമ്പടയാളങ്ങൾ തുടങ്ങിയ ഇതിലായിട്ട് പ്രധാനമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ഈ ഉപകരണങ്ങളുടെ വലിപ്പത്തിലും രൂപത്തിലുള്ള മാറ്റത്തെ എപ്പി പാലിയോലിത്തിക് എന്നാണ് വിളിച്ചിരുന്നത്. എപ്പി പാലിയോലിത്തിക് എന്നാണ് വിളിച്ചിരുന്നത്. മധ്യശിലാ കാലഘട്ടത്തിലെ ആളുകൾ മത്സ്യബന്ധനത്തിലും മൃഗങ്ങളെ വളർത്തുന്നതിലും ഏർപ്പെട്ടിരുന്നു. മധ്യശിലായുഗ പ്രദേശങ്ങളിലെ മനുഷ്യരുടെ അധിനിവേശം ഒന്നുകിൽ തുടർച്ചയായോ താൽക്കാലികമായോ ആയ വാസസ്ഥലങ്ങളായിരുന്നു. കുറേ കാലം ഒരു സ്ഥലത്ത് താമസിക്കും, പിന്നെ അവിടെ ഒഴിവാക്കിയിട്ട് മറ്റൊരിടത്തേക്ക്. അങ്ങനെ അപ്പോൾ കുറച്ചു കാലം തുടർച്ചയായിട്ട് പിന്നെ താൽക്കാലികം എന്ന രീതിയിലുള്ള മാറ്റമുണ്ടായിരുന്നു. സാരായ് നഹർ റായ്, മഹാദാഹ, ദമാധമ, ചോപ്പാനി, മണ്ടോ എന്നിവ മധ്യശിലായുഗത്തിലെ ജനങ്ങൾ തുടർച്ചയായി കൈവശപ്പെടുത്തിയിരുന്ന പ്രദേശങ്ങളായിരുന്നു. ഉത്തർപ്രദേശിലെ കൈമൂറിലും ഗുജറാത്തിലെ ലാംഗ്നാജ് എന്നിവിടങ്ങളിലും മധ്യശിലായുഗത്തിലെ മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത ജാമിതീയമല്ലാത്തതുമായ ആകൃതിയിലുള്ള മൈക്രോലിത്തുകൾ, മൃഗങ്ങളുടെ എല്ലുകൾ, ചുട്ടുപഴുത്ത കളിമണ്ണ്, അടുപ്പ്, അതുപോലെ കാട്ടുനെല്ല് ഇതൊക്കെ ഇവരുടെ കാലഘട്ടത്തിലേതെന്ന് മധ്യശിലായുഗത്തിലേതെന്ന് കരുതുന്നതായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. സാരായ് നഹർ റായ്, മഹാദഹ, ദംദാമ തുടങ്ങിയ മധ്യശിലായുഗ സ്ഥലങ്ങളിൽ മൈക്രോലിത്തുകൾ, മൃഗങ്ങളുടെ അസ്ഥികൾ, മനുഷ്യ ശ്മശാനങ്ങൾ, ശവക്കുഴികൾ എന്നിവ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടും. ഇനി മെസോലിത്തിക് ആർട്ടാണ്, അത് ചോദിക്കും കേട്ടോ. മെസോലിത്തിക് കാലഘട്ടത്തിലെ ചില ചിത്രങ്ങളും റോക്ക് ആർട്ടുകളും മധ്യശിലായുഗ ജനതയുടെ സാംസ്കാരിക ജീവിത രീതിയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. 1957 പുരാവസ്തു ഗവേഷകനായ വി.എസ്. വാഗാങ്കർ കണ്ടെത്തിയ മധ്യപ്രദേശിലെ ഭീംബേത്കയിൽ മധ്യശിലായുഗ ചിത്രകലയും കൊത്തുപണികളുമുള്ള അസ്ഥി വസ്തുക്കൾ, അതായത് എല്ലുകൊണ്ടുള്ള വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. 642 റോക്ക് ഷെൽട്ടറുകളുള്ള ഈ റോക്ക് ആർട്ട് സൈറ്റ് അവയിൽ 400 എണ്ണവും ചിത്രങ്ങളായും കൊത്തുപണികളായും സമ്പന്നമാണ്. ഭീംബേത്ക ചിത്രങ്ങളിൽ 29 ഇനം മൃഗങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷികൾ, മത്സ്യം, ഞണ്ട്, തവളകൾ, പല്ലികൾ എന്നിവയും ഈ ചിത്രങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. മധ്യപ്രദേശിലെ ഖാർവാട്ടെ, കാത്തോട്ടിയ, ചോറ, അതുപോലെ ലഗജോറ് എന്നിവിടങ്ങളിൽ മധ്യശിലായുഗ ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. രാജസ്ഥാനിലെ ചന്ദ്രാവതിയിൽ നിന്ന് ചെർട്ട് റോഡിലെ ഒരു കൊത്തുപണിയും അതുപോലെ മൈക്രോലിത്തുകളും കണ്ടെടുത്തിട്ടുണ്ട്. മധ്യശിലായുഗ കലയിൽ വേട്ടക്കാരെ പ്രതിനിധീകരിക്കുന്നത് ആഭരണങ്ങൾ അണിഞ്ഞ് ഉപകരണങ്ങൾ വഹിച്ച് നായയുമായിട്ട് പോകുന്ന രൂപത്തിലാണ്. ആഭരണങ്ങൾ ഇട്ടിട്ടുണ്ട്, പിന്നെ നായ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, എന്നിട്ട് വേട്ടയാടുന്ന രൂപത്തിൽ അതിന് പോകുന്ന ഉപകരണങ്ങളുമായിട്ട് പോകുന്ന രൂപത്തിലാണ് വേട്ടക്കാരെ അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പുരുഷന്മാർ വേട്ടയാടുന്നതിലും സ്ത്രീകൾ ഭക്ഷണം ശേഖരിക്കുന്നതിലും അത് പാകം ചെയ്യുന്നതിലും ഏർപ്പെടുന്ന രൂപത്തിൽ കാണുന്നതുകൊണ്ട് തൊഴിൽ വിഭജനത്തിൻ്റെ ചെറിയൊരു തുടക്കവും ഇവിടെ നിന്നാണ്, മധ്യശിലായുഗത്തിലെന്നാണ് കരുതപ്പെടുന്നത്. പുരാവസ്തു ഗവേഷകനായ A.C.L. കാർലൈൽ ഉത്തർപ്രദേശിലെ കൈമൂർ മലനിരകളിലെ സഹാനിഘട്ടിലെ മധ്യശിലായുഗത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് പെയിൻറ്റിങ് കണ്ടെത്തി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മധ്യേഷ്യയിലെ മധ്യശിലായുഗ കാലഘട്ടത്തിൽ ഏതാണ്ട് 150 റോക്ക് ആർട്ട് സൈറ്റുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നിയോലിത്തിക് ഏജിലേക്ക് വരിക. നവീന ശിലായുഗം. ഹിമയുഗം പ്ലീസ്റ്റോസീൻ യുഗത്തിൽ അവസാനിച്ചപ്പോൾ അടുത്ത ഹോളോസീൻ യുഗം ചൂടേറിയ കാലാവസ്ഥയാണ് അനുഭവിച്ചത്. ആ ചൂടേറിയ കാലാവസ്ഥയുള്ള കാലഘട്ടമാണ് ഏത്? നിയോലിത്തിക് ഏജ്. BC 7000 മുതലുള്ളതാണത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കച്ചി സമതലത്തിലെ ബോലാൻ നദീതീരത്താണ് ബലൂചിസ്ഥാൻ്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നും അറിയപ്പെടുന്ന മെഹർഗഡ് സ്ഥിതി ചെയ്യുന്നത്. പുരാവസ്തു പഠനങ്ങൾക്ക് ഈ പ്രദേശത്ത് കണ്ടെത്തിയ ഏറ്റവും വലിയ നിയോലിത്തിക് സെറ്റിൽമെൻ്റ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഗോതമ്പായിരുന്നു ഈ പ്രദേശത്തെ പ്രാഥമികമായ വിള. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതും മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതുമായ ഒരു സമൂഹമായിട്ട് അതായത് ഒരു സമൂഹമായി ജീവിക്കുന്ന രീതിയിലേക്ക് രൂപാന്തരപ്പെട്ടു. ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളിൽ എന്താണ്? സെൽറ്റുകളുടെയും മിനുക്കിയ കൈക്കോടാലിയുടെയും ഉപയോഗമാണ്. മറ്റൊരു സവിശേഷത മെഹർഗഡ് പോലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ശവക്കുഴികളാണ്. ഈ ശവക്കുഴികളിൽ അവരെന്താണ് അതിനോടൊപ്പം അടക്കം ചെയ്യുന്ന വസ്തുക്കൾ നോക്കിയിട്ട് അതിൽ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പോലും വെളിവാക്കിയിരുന്നു എന്ന് പറയും.
ഇനി നമുക്ക് സബ്സിസ്റ്റൻസ് മോഡ് ഓഫ് നിയോലിത്തിക് പീപ്പിളാണ്. നിയോലിത്തിക് ജനതയുടെ ഉപജീവന രീതികളാണ്. നിയോലിത്തിക് മനുഷ്യരുടെ പ്രാഥമിക ഉപജീവന മാർഗ്ഗം മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്തലാണ്, ഭക്ഷ്യോൽപാദനവുമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നടന്ന ഉത്ഖനനങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നിയോലിത്തിക് ജനതയുടെ പ്രാരംഭ കാർഷിക രീതികളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. BC 8000 മുതൽ 6000 വരെ ലോകത്ത് കാർഷിക ഗ്രാമങ്ങളിൽ ഉടലെടുക്കുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഗോതമ്പും ബാർലിയുമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത്. കന്നുകാലികൾ, ചെമ്മരി, ആടുകൾ, ആട് എന്നിവ നവീന ശിലായുഗ കാലഘട്ടത്തിൽ വളർത്തിയിരുന്നതായിട്ടും പിന്നീട് കന്നുകാലി വളർത്തൽ അവരുടെ ഒരു പ്രധാന തൊഴിലായി മാറിയതായിട്ടും പറയപ്പെടുന്നു. ഇനി നിയോലിത്തിക് റവല്യൂഷൻ ആൻഡ് ദ ഡിബേറ്റ് ഓൺ ദ ഷിഫ്റ്റ് ഓഫ് അഗ്രികൾച്ചർ. നവീന ശിലായുഗ വിപ്ലവവും കൃഷിയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചയും. ശിലോപകരണങ്ങളും സൂക്ഷ്മതയും ഭക്ഷ്യോൽപാദനം കൊണ്ട് ശ്രദ്ധേയമാണ്. നവീന ശിലായുഗം ഇവരുടെ ഉപകരണങ്ങളുടെ ഘടന അവരുടെ ഉപജീവന മാർഗത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. നവീന ശിലായുഗത്തിലേക്കുള്ള ക്രമേണയുള്ള മാറ്റത്തെ ചരിത്രാതീതനായ ഗോർഡൻ ചൈൽഡേയും ഒരു ഓസ്ട്രേലിയൻ ആർക്കിയോളജിസ്റ്റുമായി ഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള പശ്ചിമേഷ്യയിലെ വരണ്ട കാലാവസ്ഥയെ ജലാശയങ്ങളിലേക്കുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചലനാത്മകതയുമാണ് ഈ പ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ള അവരുടെ താമസവും അദ്ദേഹം വിപ്ലവത്തോട് ബന്ധിപ്പിക്കുന്നുണ്ട്. ഗോർഡൻ ചൈൽഡ് തൻ്റെ കാലത്ത് ലഭ്യമായ തെളിവുകളെ അടിസ്ഥാനമാക്കി തൻ്റെ സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുപോയി. എങ്കിലും 1960കളിലെ റോബർട്ട് ജെ ബ്രെയ്ഡ്വുഡിനെ പോലുള്ളവരുടെ പിൽക്കാല രചനകൾ ചൈൽഡയുടെ നിർജ്ജലീകരണ ഘട്ടത്തെയും കൃഷിയുടെ ഉൽപ്പാദനത്തെയും കുറിച്ചുള്ള സിദ്ധാന്തത്തെ എതിർക്കുന്നുണ്ട്. ഒരു അമേരിക്കൻ പുരാവസ്തു ഗവേഷകനും നരവംശാസ്ത്രജ്ഞനുമായ ബ്രെയ്ഡ്വുഡ് പാരിസ്ഥിതിക ഘടകമല്ലാത്ത, അതായത് ഈ പറഞ്ഞ സിദ്ധാന്തങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ന്യൂക്ലിയർ സോണുകളായിട്ടാണ് ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ കണക്കാക്കിയത്. മറ്റൊരു അമേരിക്കൻ പുരാവസ്തു ഗവേഷകനായ ലൂയിസ് റോബോട്ട് ബിൻഫോർഡ് കൃഷിയിലേക്കുള്ള മാറ്റത്തിന് ആക്കം കൂട്ടിയ ജനസംഖ്യാപരമായ ഘടകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ ആരുടെ ആശയങ്ങളെയല്ല നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയർ, അതായത് എന്താ പറയുക, ഒരു വിപ്ലവമായിട്ടല്ല അതിനെ കണക്കാക്കുന്നത്. 1969 മറ്റൊരു പുരാവസ്തു ഗവേഷകനായ കെൻറ്റ് ഫ്ലാനറി ഭക്ഷ്യോൽപാദനത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്തു. വിളകളുടെ ഉൽപ്പാദനക്ഷമതയെക്കുറിച്ചുള്ള മനുഷ്യരുടെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രക്രിയയെ വിശകലനം ചെയ്തു. ഇനി ഇന്ത്യയിലെ നിയോലിത്തിക് സെറ്റിൽമെൻറ്റ്സ് ആണ് കേട്ടോ. കാശ്മീർ താഴ്വരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോലിത്തിക് വാസസ്ഥലങ്ങളിൽ ഒന്നാണ് BC 2700 ബർസാഹോം. ഈ കാലത്തെ നിയോലിത്തിക് കുടിയേറ്റങ്ങൾ കൂടുതലും കുഴികളിലാണ് അവർ താമസിച്ചിരുന്നത്. ഈ സ്ഥലത്ത് നിയോലിത്തിക് കാലഘട്ടത്തിലെ കരകൗശല വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിയോലിത്തിക് ജനതയെ തടാകക്കരയിൽ താമസിച്ചു എന്നും പറയപ്പെടുന്നു. ഉപജീവനത്തിനായി വേട്ടയാടൽ, മത്സ്യബന്ധനം, കൃഷി എന്നിവ തന്നെയാണ് ഇന്ത്യയിലെ നിയോലിത്തിക് മനുഷ്യരും സ്വീകരിച്ചിരുന്നത്. മറ്റൊരു നിയോലിത്തിക് വാസസ്ഥലം പാട്നയ്ക്കും വടക്കൻ ഗംഗയ്ക്കും സമീപമുള്ള ചിരാന്താണ്. ചിരാന്ത് എന്ന സ്ഥലമാണ്. കൊമ്പുകൊണ്ട് നിർമ്മിച്ച നിരവധി അസ്ഥി ഉപകരണങ്ങൾ ചിരാന്തിൽ ഉണ്ടെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കല്ലുപകരണ വർഗീകരണത്തിൻ്റെ വടക്ക് കിഴക്കൻ ഗ്രൂപ്പ് ഈ ചിരാന്തിൽ ഉൾപ്പെടുന്നുണ്ട്. കുലി, ഗുൽ മുഹമ്മദ്, ഡാംബ്, സാദാത്ത് എന്നിവ ഉൾപ്പെടെ ബോലാൻ ചുരത്തിലെ സ്ഥലങ്ങളിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ കന്നുകാലി, ആട്, കുതിര, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ വളർത്തിയതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ മുന്നേ പറഞ്ഞ എല്ലായിടത്തും കാണുന്ന രീതിയിലുള്ള ഒരു നിയോലിത്തിക് വാസം എവിടെയും ഉണ്ടായിരുന്നു, ഇന്ത്യയിലും ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഇനി വാട്സപ്പ് നമ്പർ കൊടുക്കും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളതിൽ ചോദിക്കുക. ഓക്കെ, താങ്ക്സ്.